മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കരയ്ക്ക് കയറ്റാനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. കിണറിന് സമീപത്തെ മണ്ണ് JCB ഉപയോഗിച്ച് നീക്കാൻ ആരംഭിച്ചു. കാരണം ഈ ആന വളരെ അവശ നിലയിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യം കരയ്ക്ക് കയറുമ്പോൾ ആന എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങരുത് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ദൗത്യത്തിന് വേണ്ടി 60 അംഗ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചു കഴിഞ്ഞു. ആനയെ ഇന്ന് തന്നെ കാട്ടിൽ വിടുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഊർങ്ങാട്ടിരിയിൽ നിന്ന് VNC വിജയൻ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ഇപ്പോൾ അവിടെ JCB ഉപയോഗിച്ചുള്ള മണ്ണുമാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രേക്ഷകർക്ക് ഈ റൈറ്റ് ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അവിടെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ആനയെ കരയ്ക്ക് കയറ്റിയിട്ട് അടുത്തുള്ള കാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള പരിപാടിയാണ്. കാര്യം ആനയെ വെള്ളത്തിൽ വെച്ച് മയക്കുവെടി വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു കർമ്മത്തിലേക്ക് പോകുന്നത്. VNC വിജയൻ ഊർങ്ങാട്ടിരിയിൽ നിന്ന് ചേരുന്നു. വിപിൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, അവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? എത്ര മണിക്ക് ആനയെ കരയ്ക്ക് കയറ്റാമെന്നാണ് ഈ നമ്മുടെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത്? താങ്ക് യു SKN. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കാട്ടാനയെ കരയ്ക്ക് കയറ്റി ഈ കാട്ടിലേക്ക് വിടാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചാല് കീറുന്ന പ്രവർത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിച്ച് ചാല് കീറി ആ വഴി കിണറിൽ നിന്ന് ആന കയറി വരുമ്പോൾ അതിനൊരു പാതയൊരുക്കുക, ഈ കാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പാതയൊരുക്കുക, ഇതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മറ്റ് ഈ പ്രദേശത്തുള്ള എല്ലാ വെളിച്ചവും ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ കിണറിന് ചുറ്റുമുള്ള പ്രദേശത്ത്, അവിടെ ഈ പ്രവൃത്തി നടക്കുന്ന പ്രദേശത്ത് മാത്രമാണ് വെളിച്ചമുള്ളത്. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആളുകളെ എല്ലാം പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. പോലീസ്, വനപാലകരും RRT സന്നദ്ധ പ്രവർത്തകരും മാത്രമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിൽക്കുന്നത്. മറ്റെല്ലാവരെയും ഒഴിപ്പിച്ചുകൊണ്ടാണ് ഈ ദൗത്യം നടത്തുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 500 മീറ്ററിന് അടുത്ത് തന്നെയാണ് കാടുള്ളത്. അപ്പോൾ അവിടേക്ക് ഒരു പാത വെട്ടി ആ പാതയിലൂടെ തന്നെ ആനയെ അങ്ങോട്ടേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ 19 മണിക്കൂറിൽ വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇവിടെ അരങ്ങേറിയത്. ആനയെ കരയ്ക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട്, അതായത് ഇവിടെ നിന്ന് ഈ കാട്ടിലേക്ക് തന്നെ വിടാനാണെങ്കിൽ ആനയെ കയറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാട് ഇവിടുത്തെ നാട്ടുകാർ എടുത്തിരുന്നു. അവർ ആ ഉറച്ച നിലപാടിൽ തന്നെ നിന്നു. DFO ഉൾപ്പെടെയുള്ളവരെത്തിയാണ് പിന്നീട് ചർച്ച നടത്തിയത്. 3 ഉപാധികളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതായത് ഒന്ന്, ഈ ആന ഇവിടുത്തെ കാട്ടിലേക്ക് പറഞ്ഞയച്ചാലും നാളെ 2 കുങ്കിയാനകളെ കൊണ്ടുവന്ന് അതിനെ നിരീക്ഷിക്കും. ഇവിടെ നിന്ന് മയക്കുവെടി വെക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ മയക്കുവെടി വെച്ച മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് കുറച്ച് ദിവസം തന്നെ RRT സംഘം ഇവിടെ പരിശോധനയ്ക്കായി ഉണ്ടാകും. ആന ഇറങ്ങുന്നുണ്ടോ, കൃഷി നശിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി RRT സംഘം ഉണ്ടാകും. 2, ഈ കിണർ ഇപ്പോൾ ഇടിച്ചു താഴ്ത്തുമ്പോൾ അതിനുണ്ടാകുന്നൊരു നഷ്ടമുണ്ട്. അത് സണ്ണി എന്ന ആളുടെ കൃഷിയിടമാണിത്. അതുകൊണ്ട് തന്നെ അവിടെ അയാൾക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകും. അത് നാളെ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാവും. ഇവിടെ ഫെൻസിങ്ങിനുള്ള ഒരു നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. അപ്പോൾ ഫെൻസിങ്ങിന് വേണ്ടി 7.5 കിലോമീറ്ററോളമാണ് ഈ ഫെൻസിങ് നടത്തേണ്ടത്. അതിന് നാളെ തന്നെ എസ്റ്റിമേറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട തുടർ നടപടികളിലേക്കും വനം വകുപ്പ് കടക്കുമെന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഈ 3 കാര്യങ്ങളിലാണ് ചർച്ച നടന്ന ഒരു സമവായത്തിലെത്തുകയും 19 മണിക്കൂറിന് ശേഷം ആനയെ കാട്ടിലേക്ക് തന്നെ വിടാമെന്നുള്ളതിൽ നാട്ടുകാർ ഒരു സമവായത്തിലേക്ക് എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കുത്തിയിരുന്നുള്ള പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. DFOക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. വനം വകുപ്പിനെതിരെ കടുത്ത പ്രതിഷേധമൊക്കെ രാവിലത്തെ മണിക്കൂറിൽ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ആന ഇതിലേക്ക് വീണത്. ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി DFO അറിയിച്ചത് ആന വളരെ അവശരാണ്. അതുകൊണ്ട് തന്നെ കയറ്റി കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുക, ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതുമാണ് അറിയിച്ചിരിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആന കാട്ടിലേക്ക് കയറുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. SKN. VNC വിജയനാണ് ഊർങ്ങാട്ടിരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.